നോ യു പി ഐ ഓൺലി ക്യാഷ്. ബംഗളൂരുവിൽ എന്താ നടക്കുന്നത്? ബംഗളൂരു പഴയ ബംഗളൂരു അല്ലേ? അടുത്തിടെ ബംഗളൂരുവിൽ പോയോ? ബംഗളൂരു പോലൊരു മെട്രോ സിറ്റിയിൽ പോകുന്ന നമ്മൾ എന്നാ കരുതുന്നത്? സിറ്റിയല്ലേ, പരിഷ്കാരികളല്ലേ, കാശൊന്നും കയ്യിൽ വെക്കണ്ടല്ലോ, ഡിജിറ്റൽ പേയ്മെന്റ് വഴി ഇടപാടൊക്കെ നടത്താമല്ലോ എന്നല്ലേ? കുറച്ചു ദിവസമായി കാര്യം മാറി, കഥ മാറിയിരിക്കുകയാണ്. തെരുവോര കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും ഒക്കെ കടകൾക്ക് മുന്നിൽ ഒരു സ്പെഷ്യൽ ബോർഡൊക്കെ വെച്ചിരിക്കുകയാണ്. ബോർഡ് ഇതാ ഇങ്ങനെ: നോ യു പി ഐ ഓൺലി ക്യാഷ്. കയ്യിൽ കാൽ കാശെടുക്കാതെ യു പി ഐയെ മാത്രം ആശ്രയിച്ച് ഷോപ്പിങ്ങിന് പോയിട്ട് ഇങ്ങനൊരു ബോർഡ് കണ്ടാൽ ആർക്കാ ദേഷ്യം വരാത്തത്? ഷോപ്പേഴ്സ് കൺഫ്യൂസ്ഡ് ആയി, ആംഗ്രി ബേർഡ്സ് ആയി മാറി. എന്താപ്പാ ഇതിന് പിന്നിൽ? കർണാടക വാണിജ്യ നികുതി വകുപ്പിന്റെ വക വ്യാപാരികൾക്ക് കിട്ടിയ നോട്ടീസാണ് പണിപറ്റിച്ചത്. രജിസ്ട്രേഡ് ബിസിനസ് അല്ലാത്തവർക്കും കിട്ടിയ നോട്ടീസ്. യു പി ഐയിലൂടെ 40 ലക്ഷം രൂപയ്ക്ക് മേൽ സാധനങ്ങൾ വിറ്റവർക്കും 20 ലക്ഷം രൂപയ്ക്ക് മേൽ സേവനങ്ങൾ നൽകിയവർക്കുമാണ് നോട്ടീസ് കിട്ടിയത്. 2021-22 വർഷത്തെ ആധാരമാക്കിയായിരുന്നു നോട്ടീസ്. ഒന്നും രണ്ടുമല്ല, 14,000 പേരാണ് നികുതി വകുപ്പിന്റെ സ്കാനറിൽ പെട്ടത്. യു പി ഐ പേയ്മെന്റിന് കണക്കുണ്ടല്ലോ, ആ കണക്കിൽ വരുമാനം കൂടിയതാണ് നോട്ടീസ് വരാൻ കാരണം. ഡിജിറ്റൽ ഇന്ത്യയെ കണ്ടമാനം പ്രോത്സാഹിപ്പിച്ച തങ്ങൾക്ക് കിട്ടിയ പണി വ്യാപാരികൾക്ക് അത്ര പിടിച്ചില്ല. എന്നാ പിന്നെ QR കോഡിനങ്ങ് വിശ്രമം കൊടുത്തേക്കാമെന്ന് അവരും കരുതി. KR മാർക്കറ്റിൽ നിന്നും ശിവാജി നഗർ, ഹോരാമാവു എന്നിവിടങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ യു പി ഐ പേയ്മെന്റ് ബോർഡുകൾ അപ്രത്യക്ഷമായി. നോ യു പി ഐ ബോർഡുകൾ തലപൊക്കുകയും ചെയ്തു. യു പി ഐ ഇല്ലെങ്കിൽ ബിസിനസ്സും ഇല്ലെന്നാണ് ചില ഉപഭോക്താക്കളുടെ പ്രതികരണം. അതന്നെ, ഞങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ ടാക്സ് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്നാ എന്നാണ് അവരുടെ ഒരു ലൈൻ. ബോർഡ് പ്രതിഷേധത്തിനു പുറമെ ഈ മാസം 25-ന് കടകൾ അടച്ച പ്രതിഷേധത്തിനും തീരുമാനമുണ്ട്. ഇനി വാൽകഷ്ണം. കാര്യങ്ങൾക്ക് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. വരും ദിവസങ്ങളിൽ ബംഗളൂരുവിൽ പോയി ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് കൂടി കയ്യിൽ വെക്കാൻ മറക്കണ്ട.